രാഹുൽ ഗാന്ധി വോട്ട് ചോരി ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ അതോടൊപ്പം തന്നെ SIR-മായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി കേസുമായി കോടതിയെ സമീപിക്കാത്തത്? എന്താണ് അതുമായി ബന്ധപ്പെട്ട നിയമവശം എന്താണ്? നിയമവശം വളരെ 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 ലളിതമാണ്. കോവിഡ് കാലത്ത് മോഡി സർക്കാർ കുറേ നിയമങ്ങൾ ഉണ്ടാക്കി. അതിൽ 3 എണ്ണമാണ് കർഷക നിയമം. നമുക്ക് ഓർമ്മയുണ്ടാവും. കർഷക സമരം അവർ മാറ്റിച്ചത് ചർച്ച പോലും ഇല്ലാതെ അന്ന് പാസ്സാക്കിയ 2 നിയമ ഭേദഗതികൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി. ഇലക്ഷൻ കമ്മീഷൻ സംബന്ധിച്ച് ഒന്ന്, ഇലക്ഷൻ കമ്മീഷൻ്റെ നിയമനം എങ്ങനെയായിരിക്കണം, അതുവരെ എങ്ങനെയായിരുന്നു? ചീഫ് ജസ്റ്റിസ്, പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ചീഫ് ജസ്റ്റിസ് ഒരു ന്യൂട്രലാണ്. ന്യൂട്രൽ ഒരാളുണ്ട്. അങ്ങനെയാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും. അത് മാറ്റിയില്ലേ? അത് മാറ്റിയിട്ട് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി പ്രധാനമന്ത്രിയും അദ്ദേഹം നിയോഗിക്കുന്ന ഒരു മന്ത്രിയും. അപ്പോൾ പിന്നെ ആരാത്? ബി ജെ പിയുടെ ആള്. പിന്നെ പ്രതിപക്ഷ നേതാവിനോട് എന്താ റോള്? ഭൂരിപക്ഷ തീരുമാനപ്രകാരം എടുക്കില്ലേ? അങ്ങനെയാണെങ്കിൽ ജ്ഞാനേഷ് കുമാറിനെ പോലെയുള്ള BJP വക്താക്കളൊക്കെ, BJP വക്താവ് എന്ന് പറയാവുന്ന ഒരാളാണ് ഈ ജ്ഞാനേഷ് കുമാർ. അങ്ങനെയല്ലേ അദ്ദേഹത്തിൻ്റെ സംസാരം മുഴുവൻ? ഏത് വിഷയം വന്നാലും. ഇനി രണ്ടാമത് കേസ് കൊടുക്കാത്തത്, രണ്ടാമത്തെ നിയമ ഭേദഗതി ആലോചിക്കൂ. ഇലക്ഷൻ കമ്മീഷൻ എന്ന ഭരണഘടനാ സ്ഥാപനത്തിനെതിരെ നിങ്ങൾക്ക് കോടതിയിൽ പോകാൻ പോകാൻ പറ്റില്ല. സുപ്രീം കോടതി പോകാൻ പറ്റില്ല. കാരണം നിയമ ഭേദഗതിയാണ്. ആ നിയമ ഭേദഗതി ചോദ്യം ചെയ്യാൻ പറ്റില്ല. അത് സുപ്രീം കോടതി, കാരണം സുപ്രീം കോടതിക്ക് ഒന്നും ചെയ്യല്ലേ, പാർലമെന്റ് പാസ്സാക്കിയ നിയമം. അതുകൊണ്ടാണ് കോടതി പോകാൻ പറ്റാത്തത്. കോടതിയിൽ എങ്ങനെ പോകും? എന്ത് പറഞ്ഞാൽ കോടതി പോവുക? ഇലക്ഷൻ കമ്മീഷനെ പ്രതിയാക്കി പറ്റില്ല. നിങ്ങൾക്കൊരു തെരഞ്ഞെടുപ്പ് കേസ് പോവാം, അത് ഇലക്ഷൻ കമ്മീഷനല്ല അതിലെ പ്രതി, എതിർ സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ എതിർ പാർട്ടിയോ ഒക്കെയാണ്. ഇവിടെ അങ്ങനെ ഇതങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇപ്പം SIR കോടതിയിൽ പോകുന്നത് അതിൻ്റെ പ്രൊസീജിയറൽ പ്രശ്നവുമായി ബന്ധപ്പെട്ട, ഇലക്ഷൻ കമ്മീഷനെതിരെയല്ല. SIR ഇപ്പോൾ കേരളവും ഒക്കെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, അതുകൊണ്ട് മാറ്റി വയ്ക്കണം എന്നുകൊണ്ട് കേരളത്തിൽ നിന്ന് പോകണേ. അത്ര നിങ്ങൾക്ക് പോവാം. ഒരു നടപടിക്രമവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പോവാം. പക്ഷെ അതിൻ്റെ അവർക്കുള്ള അധികാരത്തെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഇന്ത്യൻ പ്രസിഡന്റിനെ നിങ്ങൾക്ക് കോടതി കൊണ്ടുവരാൻ പറ്റില്ല. ഗവർണറെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഗവർണറുടെ നടപടി നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം, പക്ഷെ ഗവർണറെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഗവർണർ പ്രതിയാക്കി ഒരു കേസ് എടുക്കാൻ പറ്റില്ല. ഇലക്ഷൻ കമ്മീഷനെ പ്രതിയാക്കാൻ പറ്റില്ല. അപ്പോൾ പ്രശ്നം എന്താ? അങ്ങനെ ഇതെന്ത് തെളിവ് കൊണ്ട് ചെന്നാലും കോടതി എടുക്കില്ല. അത് കോടതി എടുക്കാതെ ഇലക്ഷൻ കമ്മീഷൻ പ്രതിയല്ല. മനസ്സിലായോ? ഇതറിയാത്ത ആളുകളാണ് ഇവിടെ ഇരുന്ന് ഇങ്ങനെ വാചകടിച്ച് വിടുന്നത്. അത് പിന്നെ BJP-കാർക്ക് അറിഞ്ഞിട്ട് അവർ ചെയ്യുന്നതാണ്. അറിയാത്ത ആളുകളോ അല്ലെങ്കിൽ ഇപ്പോൾ CPM-കാരോ ഇത് പറയുന്നത്. അതുകൊണ്ടാണ് ഇതൊരു വലിയ പ്രഹേളികയായി നിൽക്കുന്നത്. SIR പോലൊരു നടപടി 65 ലക്ഷം വോട്ടർമാരെയാണ് ബീഹാറിൽ നിന്ന് ഒഴിവാക്കിയത്. 65 ലക്ഷം വോട്ടർമാർ. അവിടെ ആകെ 7 കോടി വോട്ടർമാരേ ഉള്ളൂ. 65 ലക്ഷം എന്ന് പറഞ്ഞാൽ 10%. അത് ആരെ ഒഴിവാക്കി എന്നുള്ളതിൻ്റെ കണക്കൊക്കെ രാഹുൽ ഗാന്ധി കൊണ്ടുവന്നു. മരിച്ചു എന്ന് ഇവർ ലിസ്റ്റിട്ട ആളുകളൊക്കെ അദ്ദേഹം ചായ കുടിച്ചവരോ? ഇതൊന്നും ഇലക്ഷൻ കമ്മീഷന് ബാധകമല്ല. എന്തെങ്കിലും വസ്തുനിഷ്ഠമായ ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇപ്പം നേരത്തെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച 3 മണ്ഡലങ്ങളിലെ വിവരങ്ങൾ കൊണ്ടെന്നല്ലോ. എന്തെല്ലാം തെറ്റുകളുണ്ടായി? ഒരു മോഡലിൻ്റെ പേര് വെച്ച് 22 വോട്ട് ചെയ്തു. ബ്രസീലിയൻ മോഡലിൻ്റെ പേര് വെച്ച്, ഇവിടുത്തെ മോഡലല്ല. 22 വോട്ടുണ്ട്, ഒരേ ഫോട്ടോ വെച്ച്. ഇത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? സാധാരണ ലളിത ചോദ്യമാണ്. ഒന്നുകിൽ അതിൻ്റെ ഇതിങ്ങോട്ട് തരിക, സോഫ്റ്റ് കോപ്പി തരിക. ഇലക്ട്രൽ റോളിൻ്റെ സോഫ്റ്റ് കോപ്പി കിട്ടിയാൽ മതി. നമുക്ക് ആ 2 മിനിറ്റ് കൊണ്ട് കണ്ടുപിടിക്കാവുന്ന കാര്യമുള്ളൂ. ഇരട്ടിപ്പുണ്ടെങ്കിൽ കണ്ടെത്താം. ഇരട്ടിപ്പ് എന്തുകൊണ്ട് കണ്ടെത്തുന്നില്ല? ഒരേ പേര്, ഒരേ അച്ഛൻ്റെ പേര്, ഒരേ വീട്ടുപേര്, 2 സ്ഥലത്ത്, ഒരേ ബൂത്തിൽ തന്നെ വോട്ട്, ഒരേ മണ്ഡലത്തിൽ വോട്ട്. ഇതിന് 2 സംസ്ഥാനങ്ങളിൽ വോട്ട് അതുവരെ കാണിച്ചു. UP-യിലും ഹരിയാനയിലും ഒരാൾക്ക് വോട്ട് ലിസ്റ്റ് കാണിച്ചു. ഇത് പറഞ്ഞാലും ഇത് കോടതിയിൽ പോയാൽ കോടതി പറയും ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രെറോഗേറ്റീവാണ്, ഇത് കറക്റ്റ് ചെയ്യേണ്ട ജോലി ഇലക്ഷൻ കമ്മീഷനാണ്. ഇന്നിപ്പോൾ ഇന്നലെ ആ മുട്ടടയിലെ കേസിൽ പറഞ്ഞത് അതുകൊണ്ടാണ്. കോടതി അവരെ ചേർക്കാനല്ല പറഞ്ഞേ, അവരുടെ പരാതി കേൾക്കാനാണ് പറഞ്ഞേ. കോടതിക്ക് പറയാൻ പറ്റില്ല ഇലക്ഷൻ കമ്മീഷനോട് ഇയാളെ വോട്ടി ചേർക്കേണ്ട. അങ്ങനെ പറയാൻ പാടില്ല. കാരണം അതാണ് ഇലക്ഷൻ കമ്മീഷൻ, അതിന് നീതിയാണ്. ഒരു പ്രൊസീജിയറിൽ തെറ്റുണ്ടെങ്കിൽ പറയാമെന്നല്ലാതെ നിങ്ങൾക്ക് ഡാറ്റ വെച്ച ഇലക്ഷൻ കമ്മീഷനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. അത് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് എല്ലാ തെമ്മാടിത്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വോട്ടേഴ്സ് തിരുത്തുന്നതും SIR ഉണ്ടാക്കുന്നതൊക്കെ. ഇപ്പോൾ കേരളത്തിൽ തന്നെ SIR എത്ര പേരുടെ വോട്ട് പോകുന്ന ആർക്കറിയാം? ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്ന ആളുകളുടെ പലരും വോട്ട് പോകും. ഞാൻ ഉറപ്പാണ്, ഇപ്പോൾ 2.25 കോടി വോട്ടുണ്ട് കേരളത്തിൽ, അല്ലെങ്കിൽ 2.25 കോടി വോട്ടുണ്ടെങ്കിൽ ഒരു 50 ലക്ഷം വോട്ടെങ്കിലും കേരളത്തിൽ കാണാതാവും. 50 ലക്ഷം വോട്ടെങ്കിലും, ഒരു 2.5 കോടി താഴെ വോട്ടേ കേരളത്തിൽ ഉണ്ടാവുള്ളൂ SIR കഴിഞ്ഞാൽ. ഒന്നും ചോദ്യം ചെയ്യാൻ പറ്റില്ല. കോടതി, ഇലക്ഷൻ കമ്മീഷൻ ഈസ് അബവ് ഹൈക്കോർട്ട്. അപ്പോൾ അതാണ് പ്രശ്നം. മറ്റൊരു കാര്യം കൂടിയുള്ളത്, ഈ
ഭേദഗതിയോടുകൂടി രാജ്യത്തെ വോട്ടർമാരുടെ എണ്ണം ക്രമാതീതമായി കുറയുകയും ഇത് വരും കാലങ്ങളിൽ BJPക്ക് സ്വാധീനമില്ലാത്ത സംസ്ഥാനങ്ങളിൽ അവർക്ക് കടന്നു കയറാൻ വേണ്ടിയുള്ള ഒരു നാടകം മാത്രമല്ലേ? തീർച്ചയായിട്ടും ഇത് BJPയുടെ മാസ്റ്റർ പ്ലാനാണ്, അവരുടെ മാസ്റ്റർ പ്ലാനാണിത്. സ്വാധീനമുള്ളിടത്ത് അവർ സ്വാധീനം ഉറപ്പിക്കും, ഇല്ലാത്തടത്തേക്ക് അവർ കടന്നു കയറും. ഇപ്പോൾ അതിന് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മളത് കണ്ടിട്ടുണ്ട്. ബീഹാറിലൊക്കെ നമ്മൾ കണ്ടത് അത് തന്നെയാണ്. ഇപ്പോൾ നോക്കിക്കോളൂ, ബംഗാളിൽ നടപ്പായാൽ ബംഗാളിലെ പകുതി വോട്ടർമാരില്ല. അവർ പറഞ്ഞു അടുത്ത ഇലക്ഷൻ ബംഗാളാണ്. ബംഗാളിൽ പകുതി വോട്ടർമാരില്ലാതാവും. പകുതി വോട്ടർമാരില്ലാതാവുന്നതൊക്കെ ന്യൂനപക്ഷത്തിലെ വോട്ടർമാരോ മറ്റാളുകളായിരിക്കും. നിങ്ങൾ ബംഗ്ലാദേശിൽ നിന്ന് വന്നാന്ന് പറഞ്ഞാൽ ആർക്ക് പറയാൻ പറ്റും? മാത്രമല്ല, നിയമപരമായി ഒരു കാര്യമുണ്ട്. ഈ SIRന്റെ ഏറ്റവും അടിസ്ഥാന പ്രശ്നം എന്താ? സുപ്രീം കോടതിയുടെ നിർണായകമായൊരു വിധി 1989 വന്നിട്ടുണ്ട്. ആ വിധിയിൽ പറയുന്നത് പൗരത്വം പരിശോധിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ അവകാശമില്ല. സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് വേറൊരു സംഗതിയാണ്, വോട്ടർ ID അല്ലാതെ. ഇപ്പോൾ 2024 ഇവിടെ വോട്ട് ചെയ്ത ഒരാൾ, അയാളുടെ വയസ്സ് ഇപ്പോൾ വീണ്ടും കാണിക്കണം എന്ന് പറഞ്ഞാൽ അയാളുടെ അച്ഛൻ്റെ പേര് കാണിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? അച്ഛന് വോട്ടുണ്ടോ എന്ന് കാണിക്കണം. അച്ഛൻ വോട്ടില്ലെങ്കിലോ, എൻ്റെ വോട്ട് ബോംബെയിലായിരുന്നെങ്കിലോ, എൻ്റെ കുടുംബത്തിൻ്റെ വോട്ട് ബോംബെയിലായിരുന്നു, ഞാനിവിടെ വന്നു, എനിക്ക് വോട്ടുണ്ടാവില്ലല്ലോ. എൻ്റെ അച്ഛൻ്റെ വോട്ട് ബോംബെയിൽ എവിടെയായിരുന്നു എന്ന് ഞാൻ എങ്ങനെ പറയും? അപ്പോൾ അച്ഛൻ്റെ വോട്ടോ അമ്മയുടെ വോട്ടോ ഒക്കെ അവിടെ ആയിരിക്കും. ചിലപ്പോൾ അച്ഛനും അമ്മയും മരിച്ചു പോയിണ്ടാവും. 2002 മരിച്ചതിന് ഒരാൾ എന്ത് ചെയ്യണം? വോട്ട് ചെയ്യണ്ടേ? യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ജോലി 18 വയസ്സ് പൂർത്തിയായ എല്ലാ ഇന്ത്യക്കാർക്കും വോട്ട് കൊടുക്കലാണ്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം കൂടി പറയാം. ഇന്ത്യയിൽ എല്ലാ ഇടപാടുകൾക്കും നിങ്ങൾക്ക് ആധാർ വേണമല്ലോ. റേഷൻ കിട്ടണമെങ്കിൽ വേണം, ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ വേണം, ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ വേണം, എല്ലാത്തിനും ആധാർ വേണം. ഇൻകം ടാക്സ് അടക്കണമെങ്കിൽ അതുപോലെ പാൻ കാർഡും വേണം. എന്തേ ആധാറും പാൻ കാർഡും ഒരാളുടെ ഇന്ത്യക്കാരനാണെന്ന് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ആവാത്തത്? എന്തുകൊണ്ടാണ് വരാത്തത്? ഒരാൾ ആധാർ ഉണ്ടെങ്കിൽ. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ആധാർ വിദേശികൾക്ക് കൊടുത്തിട്ടുണ്ട്. വിദേശികൾക്ക് കൊടുത്ത ആധാർ ഇതല്ല. നോൺ റെസിഡൻറ്റ് എന്നുവെച്ചാൽ ഇന്ത്യയിൽ വരുന്ന വിദേശികൾക്ക് ആധാർ കൊടുക്കും, സ്ഥിരമായിട്ട് താമസിക്കുന്നത്. പക്ഷേ ആധാറിന് കളർ വ്യത്യാസമുണ്ട്. മാത്രമല്ല, ആധാർ നമ്മുടെ ആധാർ പോലെയല്ല. നമ്മുടെ ആധാറിൽ എക്സ്പയറി ഡേറ്റ് ഇല്ല. ഇത് വിസ പോലെയാണ്, എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ മറ്റൊരു രാജ്യത്ത് പോയാൽ അവർ വിസ അടിച്ചു തരും ഇത്ര ദിവസത്തിനകം. ഈ വിദേശികൾക്ക് കൊടുക്കുന്ന ആധാറിൽ എക്സ്പയറി ഡേറ്റ് ഉണ്ട്. എക്സ്പയറി ഡേറ്റുള്ള ആധാർ നിങ്ങൾ ഒഴിവാക്കിക്കോ. എക്സ്പയറി ഡേറ്റ് ഇല്ലാത്ത ആധാറില്ലേ? 11 വർഷമായില്ലേ ഇന്ത്യ ഭരിക്കണു, അവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആധാറല്ലേ? ആധാർ വിശ്വാസം ഇല്ലാത്തതാണ്. ആധാറില്ല, പാൻ കാർഡില്ല, ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല. എന്നിട്ടോ പാസ്പോർട്ട്, ഇവിടെ എത്ര പേർക്ക് പാസ്പോർട്ടുണ്ട്? പിന്നെ ഭൂമിയുടെ രേഖ, അത് ആർക്കും ഉണ്ടാക്കാൻ പറ്റാത്ത ഇത്തരം കള്ളരേഖകളും 80 മുമ്പുള്ള പാസ്പോർട്ടോ ഈ പാസ്ബുക്കോ എന്താ അത്? അതൊക്കെയാണോ വേണ്ടത്? കോടതി ചോദിച്ചു, നിങ്ങൾ പറയുന്ന 11 രേഖയിൽ 8 മനുഷ്യന് വിശ്വസിക്കാൻ പറ്റാത്ത സാധനങ്ങളാണല്ലോ. അതിനേക്കാളും കൂടുതലല്ലേ ആധാർ, പാൻ കാർഡ്? നിങ്ങളുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ മുഴുവൻ ഇവർ പറയുന്നത് വിദേശികൾക്ക് ഇവിടെ നിന്ന് ഭൂമി വാങ്ങാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ഒരു വിദേശിക്ക് ഇവിടെ നിന്ന് ഭൂമി വാങ്ങാൻ പറ്റില്ല. അതിനാണ് ആധാർ ചോദിക്കണേ. അപ്പോൾ നിങ്ങളുടെ പൗരത്വമല്ലേ അത്? ആധാറുള്ളവനെ ഭൂമി വാങ്ങാൻ പറ്റൂ, പാനുള്ളവനെ എവിടെ നിന്ന് പൈസ വാങ്ങിയിട്ടെന്ന് പറയാൻ പറ്റൂ? പാനും വേണ്ടേ? ഞാൻ പൈസ കൊടുത്തു, ഞാൻ നിങ്ങളുടെ നിന്ന് ഭൂമി വാങ്ങുമ്പോൾ ഞാൻ ഇത്ര രൂപ തന്നു, എവിടെ നിന്ന് കിട്ടി എനിക്ക് പൈസ? എൻ്റെ പാൻ കാർഡ് കാണിക്കണം. ഇതൊന്നും ബാധകമല്ല ഇവർ വോട്ടറിന്. നിങ്ങൾക്ക് ആധാർ ഉണ്ടെങ്കിലും പാൻ കാർഡ് ഉണ്ടെങ്കിലും റേഷൻ കാർഡ് ഉണ്ടെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിലും വോട്ട് ചെയ്യാൻ പറ്റില്ല. അതെന്തൊരു വോട്ടാത്? ഇങ്ങനെ ഒരു മനുഷ്യനെ തിരിച്ചറിയണേ. അതുകൊണ്ട് ഇത് കോടതി ചോദ്യം ചെയ്യാനും പറ്റില്ല. അതാണ് ഇന്ത്യ വന്നുപെട്ടിട്ടുള്ള വലിയ അബദ്ധം. നമ്മുടെ ജനാധിപത്യം, തെരഞ്ഞെടുപ്പ് ജനാധിപത്യം നേരിടുന്ന വലിയൊരു അബദ്ധം ഇതാണ്.